ജിയോ ബ്ലാക്ക് റോക്കിന് സ്റ്റോക്ക് ബ്രോക്കിംഗ് തുടങ്ങാൻ സെബിയുടെ അനുമതി കിട്ടിയ കാര്യം. അതിന്റെ പ്രാധാന്യം എന്താണ്? നിങ്ങൾ തന്ന ലേഖനത്തിലെ വിവരങ്ങൾ വെച്ചാണ് നമ്മൾ ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരി, ഈ അനുമതി അവർക്ക് എന്തൊക്കെ പുതിയ സാധ്യതകളാണ് കൊടുക്കുന്നത്? വിപണിയിൽ എന്ത് മാറ്റം വരും? ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോ ശരി, കാര്യത്തിലേക്ക് കടക്കാം. പ്രധാന വാർത്ത ഇതാണ് അല്ലേ? ജിയോ ഫിനാൻഷ്യൽ സർവീസസും പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജറായ ബ്ലാക്ക് റോക്കും അവരുടെ 50-50 ജോയിന്റ് വെഞ്ചർ, അതായത് ജിയോ ബ്ലാക്ക് റോക്ക് ബ്രോക്കിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, അവർക്ക് സ്റ്റോക്ക് ബ്രോക്കറായും ക്ലിയറിംഗ് അംഗമായും പ്രവർത്തിക്കാൻ സെബിയുടെ ഗ്രീൻ സിഗ്നൽ കിട്ടി. അതെ, ഇതിലെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാ ഇതവരുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട റെഗുലേറ്ററി അനുമതിയാണ്. ഓർക്കുന്നുണ്ടാവല്ലോ, നേരത്തെ അവർക്ക് മ്യൂച്വൽ ഫണ്ട് തുടങ്ങാനും പിന്നെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി സേവനങ്ങൾ നൽകാനും അനുമതി കിട്ടിയിരുന്നു. ഓക്കെ. ഇപ്പോ ഈ ബ്രോക്കിംഗ് ലൈസൻസ് കൂടെ കിട്ടിയതോടെ ശരിക്കും ഉപദേശം, മ്യൂച്വൽ ഫണ്ടുകള് പിന്നെ ഓഹരി ട്രേഡിംഗ്, ഈ 3 പ്രധാന കാര്യങ്ങളും ഒന്നിച്ചു കൊടുക്കാൻ അവർക്ക് പറ്റും. ശരിയാണ്. ഇതൊരു ഫുൾ ഫ്ലഡ്ജ്ഡ് സാമ്പത്തിക സേവന ദാതാവാകാനുള്ള ഒരു സ്റ്റെപ്പാണ് ശരിക്കും. ഈ വാർത്ത വന്ന ഉടനെ മാർക്കറ്റിലും ഇതിന്റെ ഒരു അനക്കം കണ്ടു അല്ലേ? JFSL, അതായത് ജിയോ ഫിനാൻഷ്യൽ സർവീസസിന്റെ ഷെയർ വില അന്ന് ഏകദേശം ഒരു 4-5% ഉയർന്നതായി കണ്ടു. അപ്പൊ ഇത് വെറുമൊരു ന്യൂസ് അല്ല, നിക്ഷേപകർ ഇതിൽ വലിയൊരു സാധ്യത കാണുന്നുണ്ട് എന്ന് വേണം കരുതാൻ. തീർച്ചയായും കറക്റ്റാണ്. ഇതിന്റെ ഒരു വലിയ ചിത്രം നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. അസറ്റ് മാനേജ്മെന്റ്, പിന്നെ നിക്ഷേപ ഉപദേശം, ഇപ്പോ ബ്രോക്കിംഗ്, ഈ 3 പ്രധാന ഏരിയയിലും ലൈസൻസ് കിട്ടിയല്ലോ. അതെ. അപ്പോ ലക്ഷ്യം ഒരു സമ്പൂർണ്ണ ഡിജിറ്റൽ ഫിനാൻഷ്യൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. ജിയോ ബ്ലാക്ക് റോക്കിന്റെ ഒരു വിഷൻ അതാണ്. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അവരുടെ ഒരു പ്രവർത്തന രീതി. ബ്ലാക്ക് റോക്കിന്റെ ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ടെക്നോളജി ഉണ്ടല്ലോ, അലാഡിൻ പോലെയുള്ളവ. അതെ, റിസ്ക് മാനേജ്മെന്റിനൊക്കെ. അതെ, ആ ഒരു സാങ്കേതിക മികവും പിന്നെ ജിയോയുടെ ഇന്ത്യയിലുള്ള വലിയ ഡിജിറ്റൽ റീച്ചും, ഇത് രണ്ടും ഒരുമിപ്പിക്കുകയാണവർ. ഓക്കെ. ഇതിലൂടെ എന്താ ഗുണം? ചിലവ് കുറഞ്ഞ രീതിയിൽ ടെക്നോളജി ഉപയോഗിച്ച് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും, ഒരുപക്ഷെ ഗ്രാമങ്ങളിൽ പോലും ഈ ഫിനാൻഷ്യൽ സർവീസസ് എത്തിക്കാൻ പറ്റും. അപ്പൊ ഇതൊരു ഗെയിം ചേഞ്ചർ ആകാൻ സാധ്യതയുണ്ട്. അതിനാണ് അവർ ശ്രമിക്കുന്നത്. നിലവിലുള്ള പല മോഡലുകളിൽ നിന്നും ഇതൊരു വ്യത്യസ്തമായ സമീപനമാണ്. അപ്പോ നമ്മള് ഇത്രയും സംസാരിച്ചതിന്റെ ഒരു ചുരുക്കം എന്താണ്? സെബിയുടെ ഈ അനുമതി കിട്ടിയതോടെ ജിയോ ബ്ലാക്ക് റോക്ക് അവരുടെ പ്രധാന ലൈസൻസുകളൊക്കെ ഏകദേശം പൂർത്തിയാക്കി. എന്നിട്ട് ബ്ലാക്ക് റോക്കിന്റെ ടെക്നോളജിയും ജിയോയുടെ ഇന്ത്യൻ മാർക്കറ്റിലെ സ്വാധീനവും, ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു പവർഫുൾ ഡിജിറ്റൽ ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡർ ആകാൻ റെഡിയായിരിക്കുന്നു. അങ്ങനെയല്ലേ? അതെ, കറക്റ്റാണ്. വലിയ ചിത്രം നോക്കുമ്പോൾ ടെക്നോളജിയിൽ നന്നായി ഫോക്കസ് ചെയ്യുന്ന, വലിയൊരു മാർക്കറ്റിനെ ലക്ഷ്യം വെക്കുന്ന വളരെ ശക്തനായ ഒരു പുതിയ പ്ലെയർ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്ക് വരുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ശരിയാണ്. ഇത് ഇന്ത്യയിലെ ഈ ഡിജിറ്റൽ ഫിനാൻസിന്റെ വളർച്ചയിൽ ഒരു പുതിയ ഘട്ടം തന്നെ തുറന്നേക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കായി ഒരു ചിന്ത വരുന്നതെന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ചോദ്യം, കുറഞ്ഞ ചിലവിൽ നല്ല ടെക്നോളജി ഉപയോഗിച്ച് ഈ സേവനങ്ങളൊന്നും അധികം എത്താത്ത സ്ഥലങ്ങളിൽ പോലും എത്താൻ നോക്കുന്ന ഈ ഒരു സംരംഭം, ഇത് നിലവിലുള്ള ബ്രോക്കിംഗ് കമ്പനികളെ, മ്യൂച്വൽ ഫണ്ട് ഹൗസുകളെയൊക്കെ എങ്ങനെയായിരിക്കും ശരിക്കും ബാധിക്കുക? അതിനേക്കാളുപരി ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, അതായത് സാമ്പത്തിക ഉൾക്കൊള്ളലിന് അടുത്ത കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ഇതെന്ത് മാറ്റം കൊണ്ടുവരും? ഈ വിവരങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്.